കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു നമസ്കാരം. ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. 35 വർഷകാലത്തോളം സപ്താഹം, നവാഹം, ശിവപുരാണം ഈ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഒരു അറ്റാക്ക് വന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാളുകൊണ്ട് പോകാതിരിക്കുമായിരുന്നു. അതിനുശേഷം ഒരു വർഷക്കാലം എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. അവളുടെ ചികിത്സാർത്ഥം ഞങ്ങൾ ഹോസ്പിറ്റൽ തോറും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ നമ്മളെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ മോനൂടെ ഭിലായിലെ ഞങ്ങൾ ചേട്ടത്തിയുടെ വീട്ടിലായിരുന്നു. അവിടെയാണ് താമസമൊക്കെ. അവിടെ ആയി. പിന്നെ അവനവിടെ പഠിക്കുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെയും ചെല്ലുമ്പോൾ ഇതുപോലെ രാവിലെ സഹസ്രനാമം ഒക്കെയുള്ള കാര്യങ്ങൾ ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങളും അവിടെയും നടത്തിക്കൊണ്ടിരുന്നു. അവിടെ ഉള്ള ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യും. പക്ഷെ എനിക്ക് അന്നൊക്കെ ഈ രാത്രി കിടന്ന് ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ നെഞ്ചത്തിങ്ങനെ നല്ല വേദന വരും. അപ്പോൾ പിറ്റേ ദിവസം ഉടനെ തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ അവിടുന്ന് മരുന്ന് മേടിക്കും. ഇവിടുത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സ ഇങ്ങനെ 6 മാസമൊക്കെ ഇവിടെ വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേ ഒരു ദിവസം ഇതുപോലെ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് റോയി. അദ്ദേഹത്തെ വിളിച്ചാൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ എനിക്ക് സുഖമില്ല, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നുണ്ട്. നീ ഈശ്വരഭക്തനല്ലേടാ, നീ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഒരു ദൈവമുണ്ട് കർത്താവെന്ന് അറിയുന്നത്, നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു അതും എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ എൻ്റെ പാട്ട് ബുക്കിനകത്ത് കർത്താവിൻ്റെ ഒരു ഫോട്ടോയും ശിവൻ്റെ ഒരു ഫോട്ടോയും കൂടെ വരച്ചിങ്ങനെ വെച്ചു. എന്നിട്ട് അവരോട് ഞാൻ കൂടി ചോദ്യം ചോദിക്കുക. ആരുമില്ല അവിടെ. നിങ്ങളിൽ ആർക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയും? ആമേൻ. ഞാൻ അവരോട് നേരിട്ട് തന്നെ ചോദിക്കുക. എനിക്ക് മെൻ്റലിൻ്റെ അസുഖമൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്ക് എന്നെ? ഞാൻ 35 വർഷക്കാലം ഈ പുരാണപാരായണമായിട്ട് നടന്നതാണ്. അതിൽ നിങ്ങളിൽ ആർക്ക്? അന്ന് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, അത് വേറെ. കർത്താവിനെ എനിക്ക് അന്നേ വലിയ ഇഷ്ടമാണ്. ഞാൻ അന്നേ കർത്താവിനെ എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ കർത്താവിനെ കണ്ടുകൊണ്ട് നടന്ന. അതുകൊണ്ടായിരിക്കും കർത്താവ് എന്നെ ഇപ്പം കൈപിടിച്ച് എന്നെ ഉയർത്തുന്നത്. അങ്ങനെ ഞാൻ ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു, അന്ന് രാത്രി ആ 1 മാസം കൊണ്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങത്തില്ല. ഉറങ്ങാതെ ഒന്ന് മയങ്ങും, പെട്ടെന്ന് എണ്ണീക്കും. പിന്നെ ഈ ശരീരത്തിന് പ്രഷർ കൂടും, കൊളസ്ട്രോൾ കൂടും, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. അതിന് ഹോസ്പിറ്റലിൽ പോവുക. ഇങ്ങനെ നിരന്തരം ഇങ്ങനായി. അപ്പോൾ എനിക്ക് മെൻ്റലിൻ്റെ പോലെ ഓർമ്മക്കുറവ് വരാൻ തുടങ്ങി. അന്നാ ഈ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അന്ന് രാത്രിയിൽ ഒരു 2 മണിയായി കഴിഞ്ഞപ്പം ഞാൻ അറിയാതെ ഒരു പാട്ട് പാടിക്കൊണ്ട് കട്ടിലിൽ ചാടി എഴുന്നേക്കുക. പഴയ ഒരു പാട്ടാണ്. കർത്താവിന് വേണ്ടി, എൻ്റെ അപ്പന് വേണ്ടി, യേശു അപ്പന് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. അതാണ് എൻ്റെ സാക്ഷ്യം. ആ പാട്ട് പാടിയാണ് എന്നെ കർത്താവ് ഈ വഴിയിലേക്ക് നയിച്ചത്. ഈ സമയത്ത് ഈ വൃക്ഷമാസത്തിൽ 8 സപ്താഹം ഈ കേരളത്തിൽ ബുക്ക് ചെയ്ത വരാൻ പറ്റിയില്ല. കർത്താവ് സമ്മതിച്ചില്ല, ടിക്കറ്റ് ഓക്കെ ആക്കിയില്ല. അപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചു ഇത് കർത്താവിൻ്റെ നിയോഗമാണ്. അതുകൊണ്ട് ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിന് വേണ്ടി ഒന്ന് ആലപിക്കുകയാണ്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗമിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ
പുനർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റി ചന്തമേഴുന്ന ദീപമേ, സാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസ കണ്ട വിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പുന്നിളം തന്നലേ, രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, ദൈവസ്നേഹം നിറയ്ക്കണേ, ദൈവസ്നേഹം നിറയ്ക്കണേ. ഹല്ലേലൂയ. ഇപ്പോഴും ഈ സ്തുതി പാടിയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇതൊന്നും മോളും ഞാൻ അറിയാതെ ഉറങ്ങും. രാവിലെ 7:30 വരെ കിടന്നുറങ്ങും. എനിക്കിപ്പോൾ ഒരു അസുഖമില്ല. ഞാനിപ്പം മെഡിക്കൽ കോളേജിൽ പോകാൻ വന്നിട്ട് 1 മാസം ഇതുവരെ പോകാൻ പറ്റിയില്ല. അന്ന് മുതൽ ഇങ്ങനെ കൺവെൻഷനും ഇങ്ങനെയുള്ള മീറ്റിങ്ങിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു അസ്വസ്ഥതയില്ല, ഒരു രോഗവുമില്ല, ഒരു പ്രഷറും കൂടത്തില്ല, ഷുഗറും ഇല്ല. അപ്പം ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി എൻ്റെ ജീവിത അവസാനം വരെ എല്ലാം എൻ്റെ കർത്താവായിരിക്കും. എൻ്റെ കർത്താവിനെ കഴിഞ്ഞ് ഒരു ദൈവം ഈ ലോകത്തില്ല, ഉണ്ടാകത്തുമില്ല. ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്. എന്നിലേക്ക് എൻ്റെ കർത്താവാണ് എന്നെ ഈ വഴിയിലേക്ക് നയിച്ചത്. എനിക്ക് എന്തൊരു ധൈര്യമാണെന്നറിയാം. ഇപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നു, എൻ്റെ കൂടെ ആരോ ഉണ്ട്. മറ്റേ എനിക്ക് പേടിയായിരുന്നു, ഞാൻ ഭയന്ന് ഉറങ്ങാറില്ലായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങും, എൻ്റെ കൂടെ ആരോ ഉണ്ട്. എൻ്റെ നടക്കാനും ഇരിക്കാനും എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുള്ള വിശ്വാസം, അതെൻ്റെ കർത്താവാണ് എൻ്റെ മനസ്സിൽ തന്നുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. എൻ്റെ മരണം വരെ ആ വിശ്വാസം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് എൻ്റെ സാക്ഷ്യം.